രേനിയെ ഒന്നിങ്ങി വന്നേ, ഈ എണ്ണ ഇട്ടെന്ന് എന്റെ തലയില്. എന്നാ മോനെ, ഇതാ വരുവാ. എന്റെ പൊന്നു കൊച്ചേ, ഇത് നിനക്ക് തന്നെ അങ്ങ് തേച്ചാ പോരാഞ്ഞിട്ടാണോ? ഒന്ന് ഇട്ടാ ഇനി എത്ര നാളായി. എല്ലാം മടിയാണോ ഒക്കെ? ഓ, ഇതാണ്ട് ഇത് നമ്മുടെ സ്വന്തം ഹെയർ ഓയിലാകട്ടോ. ഇവക്ക് തന്നെ ഇടാനായിട്ട് ഭയങ്കര മടി. ഈ ഓയിൽ എങ്ങനെയാണ് തലയോട്ടിയെ തേച്ച് പിടിപ്പിക്കേണ്ടതെന്നും തേച്ചിട്ട് കുളിക്കേണ്ട വിധമൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നല്ല റിസൾട്ട് ആയിരിക്കും. പിടിച്ചവനെ. ആദ്യം ഒരു ശകലം ഇങ്ങനെ നിറുകയിൽ നന്നായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ശകലം നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതായിരുന്നേ അമ്മച്ചിയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള എണ്ണയാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മച്ചി ഇങ്ങനെ സ്വന്തമായിട്ട് എണ്ണ കാച്ചിയ തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. 90 വയസ്സ് കഴിഞ്ഞിട്ട് അമ്മച്ചിയുടെ ഒരു മുടി നരയ്ക്കുവോ മുടിക്ക് നീളം കുറയുവോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടല്ലോ കുറേ വീഡിയോയിൽ അമ്മച്ചിയുടെ മുടിയും കാര്യങ്ങളൊക്കെ. അതുപോലെ ഇത് കണ്ടില്ലേ, എൻ്റെ മുടിയാണ് ഇതും കണ്ടോ. പിന്നെ താത്തൂന് പിന്നെ മുടിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് മുടി ഇഷ്ടമല്ല. മുടി ഒരു ശകലം നീളുമ്പോഴത്തേനും ഉണ്ടല്ലോ വെട്ടിക്കളയും. ഇതാണ്ട് ഈ പരുവ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടിരിക്കുക ഇതൊന്ന് വെട്ടേണ്ട സമയം കഴിഞ്ഞു കേട്ടോ എന്ന്. അപ്പം പുള്ളിക്കാരിക്ക് മുടിക്ക് നീളമൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കാരിക്ക് ശരിക്കും കട്ട കറുപ്പും ഇഷ്ടമല്ല. മുടിക്ക് ഒരു ശകലം ചെമ്പ് കളറൊക്കെ മൈലാഞ്ചിയൊക്കെ തേക്കല്ലേ, എണ്ണ തേച്ചിട്ട് ചെമ്പ് കളർ, അതൊക്കെയാണ് താത്തൂന് ഇഷ്ടം. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഒക്കെ ഒരു രീതിയെ. അപ്പം ഇത് നമ്മളിങ്ങനെ ശരിക്കും ഈ തലയോട്ടിയിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഈ എണ്ണ. ഒരു 15 മിനിറ്റ് നേരം ഈ എണ്ണയുണ്ടല്ലോ എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. എന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് ഈ നരയൊക്കെ കൂടുതലുള്ള ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇതേ ഇങ്ങനെ അങ്ങ് നന്നായിട്ട് നമ്മൾ തന്നെ വേറൊരാളിൻ്റെ ആവശ്യമില്ലെന്നേ. ഇത് ഈ പെണ്ണിന് മടിയായിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എന്നോട് പറയും, പൊന്നു രേനി ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് അങ്ങ് പറയും. പിന്നെ എല്ലാത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്നതല്ലേ, അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങ് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരും ഈ എണ്ണ ഇങ്ങനെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം ആരുടെ സഹായം വേണ്ട, അവനവൻ തന്നെ കുളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തേച്ച് 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 പിടിപ്പിക്കുക. അന്നേരം എന്നാ പറ്റുന്നതെന്ന് ഞാൻ പറയട്ടെ. ഈ എണ്ണ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് കിടന്നുണ്ടല്ലോ ഉറക്കക്കുറവുള്ളവർക്ക് നല്ല ഉറക്കം കിട്ടും. അതുപോലെ തന്നെ കണ്ണിനും തലയ്ക്കുമൊക്കെ നല്ല തണുപ്പുണ്ടാകും. പിന്നെ നീർവീഴ്ച ഉണ്ടാകത്തില്ല. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏത് പ്രായക്കാർക്ക് വരെ വേണേലും തേക്കാൻ പറ്റുന്ന സാധനം. യാതൊരു വക കെമിക്കലും ചേർത്തിട്ടില്ല നമ്മൾ. അതായത് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, മുടിക്ക് കറക്കും, നല്ല രീതിയിൽ കറക്കും. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറും, താരം മാറും, മുടി നീളും. പിന്നെ എല്ലാവരും പറയുന്ന കണക്ക് ഒറ്റ യൂസിന് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് മുടി നരയ്ക്കത്തേയില്ല. മുടിയുടെ നര പിന്നെ ജീവിതത്തിൽ മരിക്കുന്നിടം വരെ അങ്ങനെയുള്ള ഒരു വാഗ്ദാനമൊന്നും ഞാൻ പറയല്ല. കാരണം എന്നാന്ന് വെച്ചത് ഈ മുടിയെ ഈ തുമ്പി നല്ല വളരുന്നത് ഇതാണ്ട് ഈ തലയോട്ടിയുടെ ഇത് ഈ സ്കിന്നേന്നാണ് വളർന്നു വരുന്നത്. നമ്മൾ ഏത് ഓയിൽ തേച്ചാലും നമ്മൾ ഡെയിലി തേക്കല്ല, ആഴ്ചയിൽ 1 അല്ല ആഴ്ച 2 തേക്കുള്ളൂ. ഇത് നമ്മൾ എന്നാ കാണിക്കും, ഇന്നാണേൽ തേച്ച് കഴിഞ്ഞാൽ നാളെ ഒരു പൊടിക്ക് ഈ മുടി വളരും. അപ്പോൾ ആ വളരുന്നിടം എന്തായാലും നരച്ചിരിക്കും. അത് ഉറപ്പായ കാര്യം. ഇത് ഈ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ എണ്ണ തേക്കണം. എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പായിരിക്കും. അല്ലാതെ നമ്മളിത് വല്ലപ്പോഴും ഒന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ടുവരുന്ന മുടി നരച്ച് തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഉറക്കക്കുറവുള്ളവർക്ക് ഏറ്റവും നല്ലൊരു എണ്ണയാണ്. അതുപോലെ തന്നെ ടെൻഷൻ ഉള്ളവർക്ക്, ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഉറക്കം വരത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എണ്ണ വെച്ച് നമ്മളൊന്ന് കുളിച്ചിട്ട് വൈകിട്ട് നേരത്തെ, പരമാവധി എത്ര നേരത്തെ കിടക്കാവോ നമ്മൾ അത്രയും നേരത്തെ കിടക്കുക. TV കാണാതിരിക്കുക. വൈകിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഉറക്കം വരാൻ താമസിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിഷ്ടമുള്ള നല്ലൊരു ഭക്തിഗാനമോ നല്ല പാട്ടോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങിക്കുക. നമ്മുടെ ഉറക്കം തന്നെ ഉണ്ടല്ലോ, നല്ല ഉറക്കം മുടിക്ക് നല്ല ആരോഗ്യത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ണിനൊരു കാഴ്ചയും ഒരു തെളിർമയും ഒക്കെ ഉണ്ടാകും ഈ എണ്ണ വെച്ച് കഴിയുമ്പോൾ. ഇതെൻ്റെ അമ്മച്ചി സ്പെഷ്യൽ കാച്ചെണ്ണയായത്. അപ്പം നിങ്ങൾ വേണ്ടവരെല്ലാവരും ഓർഡർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഓടിച്ചെന്നിച്ചിട്ട് പോയി ഷാമ്പൂ ഇട്ടോ സോപ്പിട്ടോ ഒന്നും കഴുകിക്കളയാൻ നിൽക്കരുത്. നോർമലായിട്ട് നമ്മൾ സാധാരണ കുളിക്കുന്ന രീതിയിൽ നിങ്ങൾ കുളിച്ച് തല കഴുകി എടുത്താൽ മതി. എണ്ണ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് യാതൊരു വക കുഴപ്പങ്ങളും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ എണ്ണ തേക്കുന്ന കൂട്ടത്തിൽ തന്നെ പോയി ഡൈ വേറെ ചെയ്യാനും നിൽക്കരുത് കേട്ടോ. ഇത് നിങ്ങൾ കുറേ ദിവസം ഒന്ന് തേച്ച്
തേച്ച് നോക്കുന്നേ. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനുള്ള സൂപ്പർ ഫുഡും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ അച്ചാർ ഐറ്റംസും ഇടിയിറച്ചി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വേണ്ടവരെല്ലാവരും ഓർഡർ ചെയ്യണം. അപ്പോൾ ഈ ഓർഡർ ചെയ്യുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് എല്ലാവരും പറയും രേൻ ചേച്ചീനെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. ഞാനിവിടെ ഉണ്ടെങ്കിൽ മാത്രം പിള്ളേരെ എൻ്റെ ഈ കൊണ്ടു തരത്തുള്ളൂ. ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന നമ്പറാണ്. ആ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. 94 46 42 0079. ഇതാണ്ട് ഈ ബാലൻസ് വരുന്ന എണ്ണ ഇപ്പം ഞാനും ഇവിടെ തേക്കാൻ പോവുക കേട്ടോ. ഇത് കണ്ടോണം, ഇത് ഇങ്ങനെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം. ആദ്യമേ നമ്മളിങ്ങനെ നിറുകയിൽ വേണം വെക്കാൻ. ഇങ്ങനെ നിറുകെ വെച്ചോട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വയമായിട്ട് തന്നെ ഒരു ഉറക്കമൊക്കെ വരും. അപ്പം ഇത് നല്ല തണുത്ത വെള്ളത്തിൽ മാത്രം മുടി കഴിയാൽ മതി കേട്ടോ. അപ്പം വേണ്ടവരെല്ലാവരും ഓർഡർ ചെയ്യാൻ മറക്കല്ല് കേട്ടോ. പിന്നെ ഈ എണ്ണ തേച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നല്ല പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചാൽ. ഇനിയിപ്പോൾ പച്ചവെള്ളത്തിലല്ല, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടാവും, അവർക്ക് ചൂടുവെള്ളത്തിലും കുളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോയി ഇത് എണ്ണ തേച്ച ഉടനെ പോയി ഷാമ്പൂ ഇട്ടോ സോപ്പിട്ടോ ഒന്നും കഴുകി കളയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ഈ മുടി കറക്കുന്നതിനുള്ള സാധ്യത അങ്ങ് കുറഞ്ഞു പോകും. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഫലം കിട്ടത്തില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ വേണേൽ പിറ്റേ ദിവസം വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോണക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഷാമ്പൂ ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്നാന്ന് വെച്ചാൽ ചെയ്തോ കേട്ടോ. അപ്പോൾ ഒരു ദിവസം എന്തായാലും നിങ്ങൾ കുളിക്കുമ്പോൾ നോർമലി കുളിച്ചം കയറിട്ട് പിറ്റേ ദിവസം ചെയ്തോ കേട്ടോ. അപ്പോൾ ഈ സംശയം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടല്ലോ. പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യവും ഷുഗർകാർക്കുള്ളത് റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിളിക്കേണ്ട ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഇപ്പോൾ ഒന്ന് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള സംശയങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.